ക്വിന്റൻ ഡിക്കോക്കിന്റെ സെഞ്ചുറിക്കും മുംബൈ രക്ഷിക്കുവാൻ ആയില്ല. കഴിഞ്ഞ സീസണിലൊക്കെ അപേക്ഷിച്ച് ഇത്തവണ മുംബൈ ഫസ്റ്റ് കളി ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം എല്ലാ കളികളും അടുപ്പിച്ച് പൊട്ടുക. 5 കളികളിൽ 4 കളി പൊട്ടിയൊരവസ്ഥ. എന്നാൽ പഞ്ചാബിന്റെ കാര്യം നേരെ തിരിച്ചാ. കാരണം കളിച്ച കളികളെല്ലാം ഒരു കളി മഴ കാരണം ഉപേക്ഷിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കളികളും 4 കളികൾ അടുപ്പിച്ച് ടോട്ടൽ ഡോമിനൻസ് ആണ് നമ്മുടെ പഞ്ചാബ് കിങ്സിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. അതിലെടുത്ത് പറയേണ്ടതോ അവരുടെ ക്യാപ്റ്റന്റെ കോൺട്രിബ്യൂഷൻ. സാക്ഷാൽ ശ്രേയസ് അയ്യർ. എന്തൊരു ചങ്ങായി, എന്താണ് അയാൾ കളിക്കുന്നത്. ബാറ്റിംഗ് ആണെങ്കിലും വേറെ ലെവല്, ഫീൽഡിങ്ങോ ഇന്നൊരു കിടിലൻ ക്യാച്ച്. മാത്രമല്ല ക്യാപ്റ്റൻസി നല്ല മികച്ച രീതിയിൽ നയിക്കാനുള്ള കഴിവ്. കളിച്ച 5 കളികൾ ഒരെണ്ണം മഴ കൊണ്ടുപോയി, ബാക്കി 4 കളിയിൽ 3 എണ്ണത്തിലും ഹാഫ് സെഞ്ചുറി. 350 ആണ് 4 കളികളിൽ നിന്ന് ഈ പുള്ളിക്കാരൻ നേടിയത്. ടോസ് നേടിയ പഞ്ചാബ് മുംബൈ ബാറ്റിങ്ങിന് അയക്കായിരുന്നു. യെസ്, ബാറ്റിംഗിൽ രോഹിത് ശർമ്മ ഇഞ്ചുറി കാരണം പുറത്തിരിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് മാത്രം തൻ്റെ ആദ്യത്തെ IPL മത്സരം ഈ സീസണിൽ കളിക്കാൻ ഇറങ്ങിയ ക്വിന്റൻ ഡിക്കോക്ക് അതിമനോഹരമായ ഒരു സെഞ്ചുറി. ഈ സീസണിലെ 2ാമത്തെ സെഞ്ചുറിയാണ്. ഫസ്റ്റ് സാംസൺ അടിച്ചത്, സെക്കൻഡറി നമ്മുടെ ഡിക്കോക്ക് അടിച്ചിരിക്കുന്നു. ഡിക്കോക്കിന്റെ മാസ്മരിക ബാറ്റിങ്ങിന്റെ മികവിൽ 195 എന്ന ഒരു ഓക്കെ സ്കോറിലേക്ക് മുംബൈ എത്തി. എന്നാൽ റെഡ് ഹോട്ട് ഫോമില പഞ്ചാബ് ഉള്ളത്. പഞ്ചാബിനൊന്ന് ഉപ്പ് നോക്കാനുള്ള റണ്ണ് പോലും ഇല്ലെന്നുള്ളത് പഞ്ചാബ് ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. പ്രസിംറന്റെയും ശ്രേയസ് അയ്യറിന്റെയും ബാറ്റിംഗ് മികവിൽ 17ാമത്തെ ഓവറിൽ ഈ 195 റണ്ണ് ചേസ് ചെയ്ത് പഞ്ചാബ് ജയിച്ചു. അങ്ങനെ 5 കളികളിൽ 4 വിജയിച്ച് പഞ്ചാബ് ടോപ്പിൽ 1ാം സ്ഥാനത്ത് ടേബിളിൽ എത്തിയപ്പോൾ 5 കളികളിൽ 4 തോറ്റൊരു വിജയമായിട്ട് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് 9ാം സ്ഥാനത്താണ്. 10ാം സ്ഥാനത്ത് KKRഉം 8ാം സ്ഥാനത്ത് CSKയും. ഈ 3 ടീമുകളും കപ്പെടുത്തിട്ടുള്ളതാണ്. മുംബൈ 5 പ്രാവശ്യം, CSK 5 പ്രാവശ്യം, KKR 3 പ്രാവശ്യം. 13 കപ്പുകൾ, 13 IPL കപ്പുകൾ ഈ 3 ടീമുകൾക്കും കമ്പൈൻ ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ സ്ഥാനമോ ഏറ്റവും ബോട്ടമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസൺ IPL ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇനി കാണാതിരിക്കുന്നേ ഉള്ളൂ. കാരണം ഈ താഴെ കിടക്കുന്ന ടീമുകളുടെയൊക്കെ ഒരു ചെറുത്ത് നിൽപ്പല്ലേ തിരിച്ചൊരു നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മുകളിൽ നിൽക്കുന്ന ടീമുകളൊക്കെ സ്ഥാനം നിലനിർത്തുവാനായിട്ടും കളിക്കുമ്പോൾ എന്തായാലും അത്യന്തം ആവേശകരമായ ഒരു സീസണിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.